വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി, ഒരവസരം കൂടി ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവ് കൃപ തന്നു. കർത്താവിൻ്റെ നടത്തിപ്പുകൾ എത്ര ശ്രേഷ്ഠമാണ്. കർത്താവിലായിരിക്കുന്ന വിശുദ്ധന്മാർ ഓരോ ദിവസവും കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു അനുഭവം മറ്റൊന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് അല്പമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് യഥാർത്ഥമായ അറിവുണ്ടായിരിക്കണം. യഥാർത്ഥമായ അറിവില്ലെങ്കിൽ അത് എത്ര വലിയ കഷ്ടവും നഷ്ടവും വരുത്തും എന്നാണ്. അപ്പോൾ കർത്താവ് തന്നെ സദൂക്യരുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുമ്പോൾ പറഞ്ഞൊരു വാക്യമാണ് ഞാൻ ആധാരമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. വായിക്കുന്നത്: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്കതിൻ്റെ 23 മുതൽ വായിക്കുമ്പോൾ, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്ന്, ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശെ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്തു ശേഷം മരിച്ചു. സന്തതിയില്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമൻ വരെ അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ചോദ്യം അല്ലേ? ഈ ദൈവവചനത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്തുവാ? ഇവിടെ സദൂക്യര് പറയുന്നത് എന്തുവാ? അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ദൂതന്മാരിലോ പുനരുത്ഥാനത്തിലോ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അവരെക്കുറിച്ച് പറയുന്നത്, പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂക്യർ പറയുന്നു. അപ്പോൾ സദൂക്യർ പറയുന്നത് പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവും ഇല്ല. ഇവരും പുരോഹിത വർഗ്ഗക്കാരാണ്. പക്ഷേ അവർക്ക് വേറൊരു അഭിമതമാണ് ഉള്ളത്. നോക്കുക. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, നിങ്ങൾ പുനരുത്ഥാനം ഉണ്ടെന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ച ഒരു വ്യക്തി, അപ്പം ആ മൂത്ത വ്യക്തി മരിച്ചു പോയാൽ ഇളയവൻ വീണ്ടും ദേവര വിവാഹം ചെയ്യണമെന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്തവൻ മരിച്ചു, രണ്ടാമൻ മരിച്ചു, മൂന്നാമൻ മരിച്ചു. 7 പേരും അവളെ തന്നെ വിവാഹം കഴിച്ചു. അപ്പോൾ പുനരുത്ഥാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയായിരിക്കുമെന്നാണ് ചോദ്യം. എത്ര അവർക്ക് പുനരുത്ഥാനത്തെക്കുറിച്ചോ പുനരുത്ഥാനാന്തരം ജീവിതത്തെക്കുറിച്ചോ അറിവില്ല. അതുകൊണ്ട് കർത്താവ് എന്നോട് പറയുന്നുണ്ട്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. അപ്പോൾ പുനരുത്ഥാനത്തിലും വിവാഹം കഴിക്കുമെന്നൊക്കെയുള്ള ചിന്തയാണ് അവർക്ക് ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകാൻ കാരണമായി തീർന്നത്. പറയുന്ന സാരം, ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയ അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവ് നമുക്കില്ലെങ്കിൽ അത് എത്രമാത്രം വഞ്ചനയായിരിക്കും, എത്രമാത്രം തീരാ നഷ്ടമായിരിക്കും. യഹൂദന്മാർ വളരെ വേദജ്ഞാനികളായിരിക്കുന്ന ജനങ്ങൾ, അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്:
നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ ഇവിടെ യഹൂദന്മാരെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അപ്പോൾ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ തിരുവെഴുത്ത് എന്ത് ചെയ്യുന്നു? തിരുവെഴുത്ത് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. നമുക്കറിയാം, നമ്മൾ പിന്നെ ലൂക്ക 24:44, ലൂക്ക് 24:44, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവെഴുത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തിരുവെഴുത്ത് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നാൽ തിരുവെഴുത്ത് ശോധന ചെയ്യുന്ന യഹൂദന്മാർ ഈ യേശുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവരറിഞ്ഞിട്ടും അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നില്ല. നോക്കുക, എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. കർത്താവ് പറയുന്നതിന് എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കണ്ടോ? അപ്പോൾ തിരുവെഴുത്ത് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതേ യോഹന്നാൻ 5:36 വായിച്ചാൽ, യോഹന്നാൻ 5:36, അവിടെ വായിക്കുന്നത്, പിതാവ് എനിക്ക് അന്വേഷിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. കണ്ടോ? അപ്പം എൻ്റെ പ്രവൃത്തികൾ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികളാണ് കർത്താവ് ചെയ്തത്. ആ പ്രവൃത്തികൾ കർത്താവായ യേശു ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ട പുത്രനാണെന്നും ദൈവമാണെന്നുമുള്ളതിൻ്റെ വ്യക്തമായ അടയാളമാണ്. പ്രവൃത്തികൾ കർത്താവിനെ സാക്ഷിക്കുന്നു. ഇതിന് ശരിയായ അറിവാണ്. ഇത് നമ്മൾക്ക് വേണം, അല്ലേ? ഈ ലോകത്തിൽ ആർക്കെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കാൻ പറ്റുമോ? വെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റുമോ? കടലിന്മേൽ നടക്കാൻ പറ്റുമോ? കാറ്റിനെയും കടലിനെയും ഒരു ശബ്ദത്താൽ ശാന്തമാക്കാൻ കഴിയുമോ? ജന്മത്തിലെ അന്ധനായ ഒരുത്തിനെ കാഴ്ച കൊടുക്കാൻ കഴിയുമോ? ഭാവക്ഷമ കൊടുക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും അധികാരമുണ്ടോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തതിലൂടെ പിതാവ് തന്നെ അയച്ചു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, അതിൻ്റെ തന്നെ 46-47 വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മളെന്താ വായിക്കുന്നത്? ഉസി 5:46-47, നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യഹൂദന്മാർ മോശയിലൊക്കെ വളരെ വിശ്വസിച്ചവരാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അവരിലും വിശ്വാസമില്ല, കാരണം അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നോക്കുക, അപ്പോൾ മാത്രമല്ല, പിതാവ് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. നമുക്കറിയാം, മത്തായി 17:5, മാത്യു 17:5, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കുക, സ്വർഗത്തിൽ നിന്നും പിതാവ് സാക്ഷ്യം പറയുന്നു, താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം സാക്ഷ്യം പറയുന്നു, തിരുവെഴുത്ത് സാക്ഷ്യം പറയുന്നു. എന്നിട്ടും അവർക്ക് എന്തില്ല? അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. നോക്കുക, ഇപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ കുറിച്ച് അറിയായ കൊണ്ട് തെറ്റിപ്പോവുകയാണ്. ദൈവമക്കളെ, നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് യഥാർത്ഥമായ അറിവ്. യഥാർത്ഥമായ തിരുവെഴുത്തിലൂടെ നമ്മൾ സത്യം അറിയണം. തിരുവെഴുത്തിലൂടെ മാത്രമേ നമുക്ക് സത്യം അറിയാൻ കഴിയൂ. ഈ സത്യം കർത്താവ് തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
യോഹന്നാൻ 8:31-32. യോഹന്ന ആട്ടക്ക യഗത്തീസ് പത്തീസ്. അവിടെ വായിക്കുന്നത്, നിങ്ങൾ തന്നെ വിശ്വസിച്ച ഒരുപാട് കർത്താവ് പറയുക, നിങ്ങൾ, ഞാനത് വായിക്കാം. യോഹന്നാൻ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും, നിങ്ങൾ സത്യം അറിയും. അപ്പോൾ സത്യം അറിയുക എന്നുള്ളത് തിരുവചനത്തിലൂടെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചനം അറിയുക എന്നുള്ളത് എത്രമാത്രം വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് തിരുവെഴുത്തുകളെ നമുക്ക് അറിയാൻ കഴിയണം. തിരുവെഴുത്തുകളെ അതിൻ്റെ ശരിയായ നിലയിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം. ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റിയാലും. പഴയ നിയമത്തിൽ പോലും പറയുമ്പോൾ 119:105 119:105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് വെളിച്ചമായി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ വചനം നമുക്കറിയണം. ഈ വചനം ദേഹരൂപം എടുത്ത് വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലും 30-ാം വാക്യത്തിലും ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. കൊരിന്ത്യൻ ചാപ്റ്റർ 1:24-30. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 24 നമ്മൾ വായിക്കുന്നു, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ വിളിക്കപ്പെട്ട എല്ലാവർക്കും, ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. അതിന് 30-ാം വാക്യത്തിലും അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തന്നു. അപ്പോൾ അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനം. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. ഈ കർത്താവിനെ നമ്മൾ യഥാർത്ഥമായും അറിയേണ്ടതുപോലെ അറിയുന്നുണ്ടോ? കാരണം ക്രിസ്തുവിനെ അറിയുന്നതിന് നിത്യജീവൻ എന്താ കർത്താവ് യോഹന്നാൻ 17:3 പഠിപ്പിച്ചത്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രൻ അല്ലെങ്കിൽ യേശുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ അറിവ്. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു മനുഷ്യനെ നമ്മൾ ഈ സമയത്ത് അറിയേണ്ട കാര്യങ്ങളെ അറിയേണ്ടും വണ്ണം അറിഞ്ഞില്ല എങ്കിൽ നിത്യത്തിലേക്ക് വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാകുക. അപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ചിലത് നിങ്ങളോട് ഓർപ്പിക്കാം എന്ന് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. ആ ഒന്നാമത്തെ ചോദ്യം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം 1 കൊരിന്ത്യൻ ചാപ്റ്റർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഒരു ചോദ്യമാണ്. ഒരു ചോദ്യമാണ്. ഈ അറിവുണ്ടോ? ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദേവാലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദേവാലയം. നോക്കുക, ചിന്തിക്കുക, ഈ അറിവ് നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് യഥാർത്ഥമായിട്ടും ഇന്ന് അനേകർക്കും ഈ ഒരു ശരിയായ അറിവില്ല.
ഈ അറിവുണ്ടെങ്കിൽ അവരുടെ ജീവിതം എത്രമാത്രം വ്യത്യാസപ്പെടും. നോക്കുക, വീണ്ടും ജനിച്ചോ എന്നുള്ളതാണ് ചോദന. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. നമുക്കറിയാം, റോമാലേഖനം 8:9 വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 8 verse 9, അവിടെ വായിക്കുന്നത് റോമർ 8:9 വാക്യം, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നോക്കുക, എത്ര ശക്തമായ പ്രയോഗമാണ്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇത്ര ശക്തമായ പ്രയോഗങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സത്യം വീണ്ടും അറിഞ്ഞ് അതിനനുസരണമായ ഒരു ജീവിതം നയിച്ചില്ല എങ്കിൽ അത് എത്ര ദുഃഖകരമായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ മകയായി തീർന്നിട്ടുണ്ടോ? ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണോ എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പം ഇവിടെ രണ്ട് സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ജഡസ്വഭാവം, ആത്മസ്വഭാവം. നോക്കുക, ആത്മാവുള്ളവനിൽ ആത്മസ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കർത്തൃത്വം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവനൊരിക്കലും ഒരു ദൈവത്തിലല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആ ആത്മസ്വഭാവമാണോ അതോ ജഡസ്വഭാവമാണോ? നമുക്കറിയാം, ഇവിടെ തന്നെ അതിന് മുകളിൽ വായിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്ത പോലും മരണം. ആ റോമർ 8:6, റോമർ 8:6. അപ്പോൾ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. നമ്മൾ അത് റോമാലേഖനം 8:6 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചു ചിന്തിക്കണേ. അപ്പോൾ ജഡസ്വഭാവവും ആത്മസ്വഭാവം. നമ്മളൊരു വ്യക്തി വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അവർ ജഡസ്വഭാവമുള്ളവരല്ല. നമുക്കറിയാം, പിന്നെ ജഡസ്വഭാവം, ജഡത്തിലൂടെ വെളിപ്പെടുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യം നമുക്കറിയാം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇതെല്ലാം ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. നോക്കുക, എന്നാൽ ആത്മാവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം എന്നാ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. അടുത്തത് അതിൻ്റെ 22-23 വാക്യം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. അപ്പോൾ എത്ര വ്യത്യസ്തമല്ലേ? രാവും പകലും പോലെയുള്ള വ്യത്യാസം. നമ്മൾക്ക് ഈ ഒരു അറിവുണ്ടായിരിക്കണം. ഞാൻ യഥാർത്ഥമായും വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ലെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ കർത്താവിൻ്റെ വകയായി തീർന്നിട്ടുണ്ടോ? ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ ആലയമായി ഇന്ന് ഞാൻ മാറിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം. നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായും കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം, 1 John chapter 4, 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 4:13. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. കണ്ടോ? നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് എങ്ങനെ അറിയുന്നേ? അവൻ്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ അറിയുന്നു. പ്രിയമുള്ളവരെ,
ഈ ആത്മാവ്. അതിനോട് കൂടെ ഒരു വാക്കുകൂടെ വായിക്കാം. അതേ 1 യോഹന്നാൻ 3:24 24. അവിടെ വായിക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സകലരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്താണ്? ദൈവാത്മാവുള്ളവർ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ. ഇതൊരു വിലപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളൊരു ആത്മീയനായിരിക്കും. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും വളരെ വേദനാജനകമായൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരുടെ മധ്യത്തിലും വഴക്കും അയ്യാവേലിയും കൊള്ളിവെപ്പും. ഇത് ദൈവവചനം അനുവദിക്കുന്ന കാര്യമല്ല ദൈവമക്കളെ. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും നമ്മളിൽ കാണുവാൻ കഴിയണം. അത് നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയായി കർത്താവിൻ്റെ കൂട്ടായ്മയെ വസിക്കുമ്പോൾ ജനം അത് സാക്ഷിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും ജോസഫിനെ കുറിച്ച് ഫറവോൻ പറയുന്ന ഒരു സാക്ഷ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ജെനിസിസ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41-ാം അധ്യായം 41 ചാപ്റ്റർ ഉസ്ക 38 അതിൻ്റെ 38-ാം വാക്യം. ഉൽപ്പത്തി 41-ന്റെ 38. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഒയ്യേ, നോക്കുക, ആരാ പറയുന്നേ? മിസ്രൈമിൻ്റെ രാജാവായ ഫറവോൻ പറയുക. ജോസഫിൽ എന്തുണ്ടെന്നാ? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദാനിയേലിനെ കുറിച്ച് അങ്ങനെ സാക്ഷിയുണ്ട്, നമുക്കറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എന്ന സാക്ഷി, ഇതാണ് ദൈവമക്കളെ നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മന്ദിരമെന്നറിയുന്നില്ലയോ? ദൈവം വസിക്കുന്ന ആലയമാണ് നാം ഓരോ വിശുദ്ധന്മാരും. നോക്കുക, എത്ര വലിയ ഭാഗ്യ പദവി കർത്താവ് നമുക്ക് തന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ അറിവ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാക്കും. കാരണം എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ നിവാസ സ്ഥാനമായി, ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ മന്ദിരമായി ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിവ്. ഈ അറിവ് എത്ര പേരെ ഭരിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ അറിവാണ്, നമ്മളൊക്കറിയാം, ഹോശയ്യ 6:3 വായിക്കുന്നുണ്ട്. ഹോശയ്യ ചേക്കത്തിൽ യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. നമുക്ക് ഈ യാഥാർത്ഥ്യം ശരിക്കും വെളിപ്പെട്ട് കിട്ടുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആലയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സത്യം നമുക്ക് വ്യക്തമായും വെളിപ്പെട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിലും ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഒരു കാര്യം മാത്രമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ആ അറിവ്. ഈ യഥാർത്ഥമായ അറിവ് തിരുവചനത്തിലൂടെ ഈ സത്യം നമ്മൾ അറിഞ്ഞാൽ ആ അറിവ് നമ്മളെ എന്തു ചെയ്യും? നമ്മളെ വിനയാന്വിതരാക്കി മാറ്റും. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. കാരണം ഈ അറിവ് നമുക്ക് ലോകത്തിൽ നിന്ന് എവിടെയെങ്കിലും ലഭിക്കുന്ന ഒരു അറിവല്ല, ഉയരത്തിൽ നിന്നുള്ള അറിവാണ്, അല്ലേ? ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഈ യാക്കോബ് പറയുന്ന
ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. യാക്കോബ് 3-ാം അധ്യായം, യാക്കോബ് ചാപ്റ്റർ 3 വേഴ്സ് 17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. കണ്ടോ, അതാണ് ഈ അറിവിൻ്റെ സവിശേഷത. അപ്പോൾ നമ്മുടെ കർത്താവ് മാത്രമേ ഉയരത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. ആ കർത്താവ് തന്നെയാണ് നമ്മുടെ യഥാർത്ഥമായ ജ്ഞാനം. അതുകൊണ്ട് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകും. അതുകൊണ്ടുവരെ ഇന്നും അനേകരും തെറ്റിപ്പോകുന്നത് ഈ അറിവില്ലായ്മയാണ്. തിരുവെഴുത്തിലൂടെ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന സത്യം അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. അതാ ദൈവം എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അറിവുള്ളവർ എന്ത് ചെയ്യണം? ജീവിതത്തിൽ അത് വെളിപ്പെടുത്തി ജീവിക്കണം. അതേ യാക്കോബ് തന്നെ പറയുന്ന 3:13, യാക്കോബ് ജെയിംസ് ചാപ്റ്റർ 3:13, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. വളരെ വിലപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളിൽ നമുക്ക് യഥാർത്ഥമായ ജ്ഞാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തുള്ളവരായിരിക്കും? സൗമ്യതയുള്ളവരായിരിക്കും. അവർ കരുണ കാണിക്കും. അപ്പോൾ ഇത് വലിയൊരു കാര്യം തന്നെയാണ്. യഥാർത്ഥ ഉയരത്തിലെ ജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ പ്രവൃത്തികളിലെല്ലാം അത് വെളിപ്പെടും. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, യഥാർത്ഥമായിട്ടും നമുക്ക് തിരുവെഴുത്തുകളെ നാം അറിയേണ്ടതുപോലെ അറിയുന്നുണ്ടോ? അതോ സദുക്കരെ പോലെയുള്ള ചോദ്യങ്ങളാണോ ഇന്നും നമുക്കുള്ളത്? തിരുവെഴുത്തുകളെ അറിയുന്ന വ്യക്തിക്ക് അറിയാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വചനം വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശരിയായ അറിവ് നമുക്കറിയാം. ലോകത്തിൻ്റെ അറിവ് ചീർപ്പിക്കുന്നു. അത് നമ്മൾ 1 കൊരിന്ത്യർ 8:1 വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ചാപ്റ്റർ 8 വേഴ്സ് 1. അപ്പോൾ ആ അറിവല്ല ഇത് ഉയരത്തിൽ നിന്നുള്ള അറിവാണ്. ഇത് നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവാണ്. ഇത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവാണ്. ഇത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തരുന്ന അറിവാണ്. ഇത് വളരെ വിലപ്പെട്ട അറിവാണ്. ഈ അറിവാണ്. അതുകൊണ്ട് നമ്മൾ അറിയണമെങ്കിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കർത്താവിനെ അറിയുക. പൗലോസ് അതല്ലേ പറഞ്ഞേ 1 കൊരിന്ത്യർ 2:2, ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. എനിക്കൊന്നും അറിയണം. എനിക്ക് വേണ്ടി ജീവൻ തന്ന, ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്ക് ജീവിക്കുന്ന ഈ കർത്താവിനെ എനിക്കറിയണം. പ്രിയ ദൈവമക്കളെ, ഈ കർത്താവിനെ നമുക്കറിയാം. ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ? ഈ കർത്താവ് എന്നിൽ ജീവിക്കുന്നു, എന്നിൽ വസിക്കുന്നു, ഞാൻ അവിടുത്തെ ഒരു ആലയമാണ് എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അറിയുന്നില്ലയോ എന്നുള്ളതാണ് യഥാർത്ഥമായ ജ്ഞാനം. അത് നമുക്ക് വേണം. അത് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആ അറിവ് നമ്മളെ ക്രിസ്ത്യാനിരൂപരാക്കി മാറ്റും. അല്ലെങ്കിൽ ക്രിസ്തു നമ്മൾ ജീവിക്കുന്ന അനുഭവമായി നമ്മളെ മാറ്റും. ഓരോരുത്തരെ പറയുന്നില്ലേ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഫിലിപ്പിയർ 1:21, പിന്നെ ഗലാത്യർ 2:20. ഈ വാക്കുകളൊക്കെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. എന്താ പറയുന്നത്? ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അതായത് സത്യം. ഇന്ന് നമുക്കത് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. ഈ അറിവ് നമ്മളെ യഥാർത്ഥമായിട്ടും മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജീവിതമായി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ യഥാർത്ഥമായ അറിവ് പ്രാപിച്ച് അറിവുള്ളവരായി, അജ്ഞത പാപത്തിൻ്റെ മാതാവെന്ന, അപ്പോൾ അറിവില്ലാത്തവരായിട്ടല്ല, സത്യമറിയുന്നവരായി കർത്താവിനെ വെളിപ്പെടുത്തി ജീവിപ്പാൻ ഈ വചന കേൾവി എല്ലാവർക്കും ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.